ബാസ്കറ്റ്ബോളിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകി ഒന്നിലേറെ തവണ രാജ്യാന്തര താരങ്ങളെ സൃഷ്ടിച്ച കുറവിലങ്ങാടിൻ്റെ ബാസ്കറ്റ്ബോൾ പരിശീലകൻ ബിജു ടി ദേമാൻ ഇനി രാജ്യാന്തര പ്രശസ്തിയിലേക്ക്. അനവധി ബാസ്കറ്റ്ബോൾ താരങ്ങൾക്ക് ജന്മം നൽകിയ കുറവിലങ്ങാടിൻ്റെ കോർട്ടിൽ നിന്നും ദേശീയ തലത്തിൽ വരെ ശ്രദ്ധേയനായ ബിജുവിനെ 16 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി തെരഞ്ഞെടുത്തു. ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ 21 മുതൽ ജനുവരി 9 വരെ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ബാസ്കറ്റ്ബോൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായി ബിജു ടി ദേമാൻ കഴിഞ്ഞ ദിവസം കുറവിലങ്ങാട് നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. ഫിബയുടെ ആഭിമുഖ്യത്തിൽ അടുത്ത വർഷം നവംബർ 13 മുതൽ 25 വരെ കൊളംബോയിലാണ് അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നത്. അണ്ടർ 16 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ ആൺകുട്ടികളും പെൺകുട്ടികളും മാറ്റുരയ്ക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ ടീമിൻ്റെ പരിശീലകനായിട്ടാണ് ബിജു ടി ദേമാൻ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. കോട്ടയം കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂളിലെ ബാസ്കറ്റ്ബോൾ പരിശീലകനായ ബിജു ടി ദേമാൻ്റെ ശിക്ഷണത്തിൽ രാജ്യാന്തര നിലവാരത്തിലെത്തിയ താരങ്ങളാണ് ഗീതു അന്ന ജോസും KS പൂജാമോളും. 22 വർഷക്കാലമായി ബാസ്കറ്റ്ബോൾ പരിശീലന രംഗത്തുള്ള ബിജു ടി ദേമാൻ നൂറുകണക്കിന് കുട്ടികളെയാണ് ബാസ്കറ്റ്ബോൾ പരിശീലന കോർട്ടിൽ എത്തിച്ചത്. ഗീതുവും പൂജാമോളും മാത്രമല്ല, സംസ്ഥാന ദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ ഒട്ടനവധി താരങ്ങളെ ബിജുവിൻ്റെ ശിക്ഷണത്തിൽ ഉയരങ്ങൾ കീഴടക്കി. കുറവിലങ്ങാട് ചായമ്മാഹ് തേമാൻകുടിയിൽ ബിജു ടി ദേമാൻ ഇനി പുതിയ ദൗത്യമേറ്റെടുത്ത് ദേശീയ ചാമ്പ്യൻഷിപ്പിൻ്റെ പരിശീലകനായി, ദേശീയ ബാസ്കറ്റ്ബോളിൻ്റെ മുഖ്യ പരിശീലകനായി ദില്ലിയിലേക്ക് പറന്നുയർന്നിരിക്കുകയാണ്. കലാരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് കായിക രംഗത്തേക്ക്, അതും ഒരു നാടിന്, ഒരു വീടിന്, ഒരു തലമുറയ്ക്ക് തന്നെ ഏറെ അഭിമാനിക്കുവാൻ കഴിയും വിധം ദേശീയ പരിശീലകന്റെ കുപ്പായം യൂത്ത് ബാസ്കറ്റ്ബോളിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബിജു ദേമാൻ അണിയുകയാണ്. വലിയ ഒരു അസുലഭമായ, അതുല്യമായ ഒരു അവസരമാണ് തീർച്ചയായും ലഭിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിന് ഒരു കാരണം പറയാൻ വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാട്ടാമ്പാക്ക് ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ പിന്നീട് 5ാം ക്ലാസ്സിലെ സെന്റ് മേരി സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുകയുണ്ടായി. ഞാൻ സെന്റ് മേരി സ്കൂളിൽ വന്ന് എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്ന സമയത്ത് കുറളങ്ങാട് സെന്റ് മേരി സ്കൂളിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ല 2 സ്പോർട്സ് ഇനം, ഒന്ന് ഫുട്ബോളും ബാസ്കറ്റ്ബോളും ആയിരുന്നു. എന്റെ ബാസ്കറ്റ്ബോളിലുള്ള കടന്നുവരവ് എനിക്ക്, അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ ആദ്യം എനിക്ക് എടുത്തു തന്നതെന്ന് പറയുന്ന മാമച്ചത് സാറാണ്. കായിക അധ്യാപകനായ മാമച്ചത് സാറാണ് എനിക്ക് ബാസ്കറ്റ്ബോൾ എടുത്തു തരുന്നത്. അന്ന് ഇപ്പൊ ഈ കുറളങ്ങാട് സെന്റ് മേരി സ്കൂളിന്റെ ബാക്ക് സൈഡിലുള്ള കോളേജിന്റെ ക്യാന്റീന്റെ ബാക്കിലുള്ള കോർട്ടാണ് നിലവിലുള്ളത്. അവിടെയാണ് ബാസ്കറ്റ്ബോള് തുടങ്ങുന്നത്. അതിനുശേഷമാണ് കേരള സ്പോർട്സ് കൗൺസിലിന് ഗ്രാന്റ് കിട്ടി കുറളങ്ങാട് സെന്റ് മേരി സ്കൂളും കേരള സ്പോർട്സ് കൗൺസിലിന്റെ കൂടി കുറളങ്ങാട് ഇപ്പോൾ ഉള്ള ബോയ്സ് സ്കൂളിന്, ഹയർ സെക്കൻഡറി സ്കൂളിന് ഫ്രണ്ടിലുള്ള ബാസ്കറ്റ്ബോൾ കോർട്ട് പണിയുണ്ടായത്. ആ കോർട്ടിലും, മേളത്തെ കോർട്ടിലും താഴത്തെ കോർട്ടിലാണ് ബാസ്കറ്റ്ബോളില് കളി തുടങ്ങിയത്. വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ബാസ്കറ്റ്ബോളിൽ നല്ല പ്ലെയർ ആകണം, നല്ലൊരു കളിക്കാരനാകണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒത്തിരി പ്രയത്നിക്കുകയും ഉണ്ടായി.